ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർക്ക് സർവൈവൽ. ഞാനാണെങ്കിൽ ലെവൽ 10 ആയിട്ട് ഒരു നമ്മുടെ പാരസോറിന് സാഡിൽ ഉണ്ടാക്കി ഇട്ട് കൊടുത്തായിരുന്നു ഗൈസ്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിരുന്നു. അത് വെച്ച് ഞാൻ ആ കാർബോണിയംസിനെയും ഈ സാർക്കോനെ ഇവ മാത്രമായിട്ട് നിന്ന് കൊന്നു. ഭയങ്കര സീനാണ് ഗൈസ്. ഇവൻ കാണുന്ന പോലെയല്ല. നമുക്ക് ഇവനെ വെച്ച് കുറച്ച് ഹൺസൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഫുഡ് ഇത്രയും മതി. ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വിട്ടിയാൽ പിന്നെ വന്നിട്ട് റിലൈസ്. നമുക്കൊരു കാർബോണിയംസിൻ്റെ പാക്ക് ഇപ്പോൾ ഈ റാറ്റർ ഒഴിച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ കൊല്ലാൻ പറ്റും. താണ്ട ഇതിൻ്റെ ലെവൽസ് നോക്കാം ഗൈസ്. 60 കാർബോണിയംസ്, 150 കാർബോണിയംസ് ലെവലേ ഗൈസ്. ഹെൽത്തും കണ്ടല്ലോ ഗൈസ്. അത് ഇവ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തും. അല്ല, സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് പറഞ്ഞാൽ സീറ്റിൽ നമ്മൾ ഇറങ്ങി ഓടും. നമ്മൾ ആരാന്നാ? ഞാൻ ഹെൽത്ത് നോക്കുമ്പോൾ ഒരു 2000 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടണം. വലിയ പണി കിട്ടും ഗൈസ്. 3 കാർബോണിയംസോ? പണി കിട്ടും. ഈ ഏരിയ വിട്ടു പോവാം ഗൈസ്. അല്ല, ഇവിടെ നിന്ന് വിളിക്കാം. 2 എണ്ണം മാത്രമേ വന്നുള്ളൂ. 3 എണ്ണം ഉണ്ടെങ്കിൽ ഇറങ്ങി ഓടാം. വലിയ പണി കിട്ടും. ബാക്കിലോട്ട് കിടന്നടിക്കണം ഗൈസ്. കുഴപ്പമില്ല, സീനില്ലാതെ കളിക്കുകയാണ്. കുഴപ്പമില്ല. ഒരെണ്ണം ചത്ത്. സീനില്ല. ഒരെണ്ണം ചത്ത്. ഇവന് ഭയങ്കര മെലി ഡാമേജും ഭയങ്കര ഹെൽത്തൊക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ. അതുകൊണ്ട് വലിയ സീൻ. ഈ കാർബോണിയംസിന് വലിയ ഡാമേജ് ഏൽക്കില്ല, കാരണം അതിൻ്റെ ഷീൽഡിലാവണം. തലയ്ക്ക് ചെറിയ ഡാമേജ്. കാർബോണിയംസിന് നമുക്ക് വലിയ ഡാമേജ് അങ്ങനെ കൊടുക്കാൻ കഴിയത്തില്ല ഗൈസ്, കാരണം എൻ്റെ ഷീൽഡ് കണ്ടോ ഗൈസ്. അതുകൊണ്ട് ടഫാണ്. എൻ്റെ ഹെൽത്ത് പതുക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് സീനില്ല. ഇതാണ് നമുക്ക് മറ്റേ കാർബോണിയം കൂടെ ഹണ്ട് ചെയ്തിടാം. നോ സീനാണ് ഗൈസ്. ഇത് അഹങ്കാരമാണ് ഗൈസ്. അഹങ്കാരം. നമ്മളതിന് ഭയങ്കര പവറാണെന്നും പറഞ്ഞ് അഹങ്കാരം. നിങ്ങൾ അവിടെ കിടക്കത്തേ ഉള്ളൂ മക്കളെ. യെസ്. അല്ല, നമുക്ക് കെരാട്ടിൻ വേണം. കെരാട്ടിൻ വേണമെങ്കിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണം. കെരാട്ടിൻ ഈ ഹാർഡ് കോർ ബ്രൂട്ടൽ ആയതുകൊണ്ട് അത് ലെവൽ കൂടിയതാണെന്ന് അറിയത്തില്ല, അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഈ കാർബോണിയംസിൻ്റെ സാഡിലിന് ആവശ്യം വരും. ഇവന് ഹെൽത്തൊന്നും പോയിട്ടില്ല വലുതായിട്ട്. നമുക്ക് മറ്റവൻ എന്തായാലും ഹണ്ട് ചെയ്യണ്ട. നമ്മൾ കാർബോണിയംസിൻ്റെ സാഡിലുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എന്നിട്ട് അതിനെയും വെച്ചൊരു ഹണ്ട് ചെയ്യാം. എന്നിട്ട് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാൻ നോക്കാം. പിന്നെ ഗൈസ് നാളെ വയ്ക്കാറോ എന്തോ സംഭവിച്ചത്? ഒന്നും കിട്ടിയില്ല. പിന്നെ ശിവൻ്റെ ഇത് എടുത്തു തരാം. എൻ്റെ വെയ്റ്റ് ക്യാരിങ് കപ്പാസിറ്റി ഇപ്പം 143 കിലോയേ ഉള്ളൂ അവന് ടോട്ടൽ എടുക്കുന്നത്. പക്ഷെ 728 മാക്സിമം. പിന്നെ ഇത് കണ്ടോ ഹെൽത്ത് 4276, സ്റ്റാമിന, ഓക്സിജൻ, ഫുഡ് ലെവൽ, ഇപ്പം എല്ലാത്തിനും പൊളിയാണ്. പക്ഷെ അതും പറഞ്ഞ് നമുക്ക് ബ്രൗണ്ടോനെ കയറി അടിക്കാൻ പറ്റത്തില്ല. ലെവൽ 1 ഒക്കെ ആണെങ്കിൽ അടിക്കാം. ഇത് കുറച്ച് ഹൈ ലെവലാണ്. ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് വരാം ഗൈസ്. ഒരു പണി കിട്ടി. അത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ചാൽ ലെവൽ 13 അൺലോക്ക് ആവുന്ന സിമെൻറ്റിങ് പേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ലെവൽ 13 അത് അൺലോക്ക് ചെയ്യണം, അല്ലാതെ പറ്റൂല. നമുക്ക് പറ്റുന്ന അത്രയും കെരാട്ടിൻ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. കാണാം, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ അല്ലേ. ശടാ. കുഴപ്പമില്ല. കെരാട്ടിൻ ഫൈബറുണ്ട്, കുറച്ച് കെരാട്ടിൻ കൂടെ. 60 കെരാട്ടിൻ. ഹണ്ടിന് വാ ഗൈസ്.
ലെറ്റ്സ് ഗോ. ഇവൻ്റെ പേര് എന്തോന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇവൻ എന്ത് പേര് ഇടുന്നോ അതോ ഞാൻ തന്നെ ഇടണോ? ഞാൻ ഇടണ്ടല്ലോ ഗൈസ്, നിങ്ങൾ ഇടുമെന്ന് നിങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇത് ലെജൻഡ് ഫൈറ്റ് ആയിരിക്കും, കാരണം ഇത് നല്ല ഹെൽത്ത് ഉള്ളവനാണ്. ഈ 1 and all ഫൈറ്റാണ് ഗൈസ്. ഒന്നും പറ്റുന്നില്ല വിചാരിക്കുന്നു. എടാ അളിയാ, നീ ജയിക്കുമല്ലോ, ജയിക്കണേ. എനിക്കെത്രയേ ഉള്ളൂ ഗൈസ്. ലെജൻഡ് ഫൈറ്റാണേ. ഹെൽത്ത് കുറഞ്ഞതാണെങ്കിൽ ഓടും ഗൈസ്, എന്തെങ്കിലും ആവും എന്തോ. അടിയോടടി അടിയോടടി. എൻ്റെ ഹെൽത്ത് പോകുന്നുണ്ട്, അവൻ്റെ ഹെൽത്ത് പോകുന്നുണ്ട്. ഗ്രൂപ്പ് ആവും എന്തോ. ഞാൻ സൈഡിലോട്ടാണ് നോക്കുന്നത്. സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് താഴെ നോക്കണം ഗൈസ്, അവൻ്റെ ഹെൽത്ത് നോക്കണം. പിന്നെ കുറേ കാർബോണിയംസ് അവിടെ ഉണ്ട്. അവന്മാർ കണ്ട മുട്ടൻ സീനോ. ഗൈസ് ഹെൽത്ത് പോകുന്നുണ്ടേ, 2 പേരുടെയും പോകുന്നുണ്ട്. എൻ്റെയും പോകുന്നുണ്ട്, അവൻ്റെയും പോകുന്നുണ്ട്. പാതി ഹെൽത്ത് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഓടും. പിന്നെ എങ്ങാനും വലിയ അറ്റാക്ക് പണി 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 ഗൈസ്, പണിയായി. പണി പണി പണി. വേൻ ചാവ് 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 ചാവ്. രക്ഷപ്പെട്ട്. എൻ്റെ പൊന്ന ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോർന്ന് ഇവനും കൂടെ വന്നേനെ. ഇവൻ സീനൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഹെൽത്തും പോകുന്നുണ്ടല്ലോ, എന്നാലും വലിയ കാര്യമായിട്ടില്ല. കുഴപ്പമില്ല, ഇവനെയും കൂടെ അടിക്കാം. അല്ല വേണ്ട, അവൻ്റെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അടിക്കാമായിരുന്നു. പണിയിട്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഇവൻ സുഖമായിട്ട് അടിക്കുന്നു വിചാരിക്കുന്നു. ഹെൽത്ത് നോക്കണേ ഗൈസ്. സൈഡിൽ നിന്ന് അവ ഇറങ്ങി വന്ന പോലെന്നെ തോലന്നെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽത്ത് 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 ഗൈസ്. വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 2000 താഴെ ഇറങ്ങി ഓടിക്കണം. പിന്നെ ഇവൻ്റെ അടുത്തായിട്ടേ പോലും എന്താ ഗൈസ് ചാവാത്ത? ഹെൽത്ത് ഭയങ്കര ഹെൽത്താണ്. ഒന്നും ഇല്ലല്ലോ, മറ്റവന് അത്രയും പോലും ഇല്ല. പക്ഷെ ചാവുന്നില്ല. ചാവ് ചാവ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. Finally we did it. നമുക്ക് ഇതാണ് മെലി ഡാമേജിന് കൊടുക്കാം. പാരസോൾ, ദി 1 and all പാരസോൾ. ഇവനെ തോപ്പിക്കാൻ വേണ്ടി ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് അവനെ കൊണ്ട് ഇനി വലുതായിട്ട് ഹണ്ട് ചെയ്യൊന്നും ചെയ്യിപ്പിക്കണ്ട. അവൻ ഡെഡായി പോയാലോ. ചെറിയ എങ്ങനെ ഹണ്ടാണെങ്കിൽ നമുക്ക് ഇവനെ കൊണ്ടുപോകാം. ഇല്ലതാ ഇനി വേണ്ട ഐസ്, അല്ല പിന്നെ പണിയാവും. അത് ചെറിയ ഹണ്ടാണോ അളിയാ? ചെറുതാണോ? അടിക്കാം. ഹെൽത്ത്, എൻ്റെ ഹെൽത്ത് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് പോവാം ഗൈസ്. വേണ്ട, ഗൈസ് അതിൻ്റെ ഇത് നോക്കിയിട്ട് വരാം. നമുക്ക് ടൈം ചെയ്യണോ നോക്കാം. വേണ്ട, പേരേ തട്ടിയേക്ക്.
അളിയാ തട്ട്. നീ നമുക്ക് പറ്റിയ ആളല്ല. പിന്നെ എത്ര അടിക്ക് തട്ടും നോക്കാം. 200 ഹെൽത്ത്. ചത്ത്. ഇത്രയേ ഉള്ളൂ. നമ്മളെ പേരേൻ്റെ അടുത്താ കളി. ദി വൺ ആൻഡ് ഓൾ കിങ് പേര. ഹെൽത്ത് ഫീഡ് ചെയ്തിട്ട് ഫുഡ് ഫീഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഇതല്ലാതെ എക്സ്ട്രാ അറ്റാക്ക് ഒന്നുമില്ലേ? ഗ്രൈൻഡിങ് ചെയ്യുവാണ്. നമ്മുടെ വീട് മൊത്തം ഡാമേജ് ആയിരുന്നു. ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കാർബോണിയംസിനെ നമ്മൾ ടേം ചെയ്യാൻ നേരത്ത്. അന്നേരം വീട് കുറച്ച് സീനായിരുന്നു. അതുകൊണ്ട് റിപ്പയർ ചെയ്യണം. തീർന്നോ? ഓക്കെ, സെറ്റേഴ്സ്. ഇനി നമുക്ക് അല്ല, ഇതെന്തിനാ റിപ്പയർ ചെയ്ത്? ഇത് പൊളിക്കാനായിരുന്നു ഗൈസ് പ്ലാൻ. ഇത് പൊളിച്ച് ഞാൻ റിപ്പയർ ചെയ്തായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നോ സീനാണ് ഗൈസ്. ഇതെടുക്കാൻ നമുക്ക് ഈ വീടിൻ്റെ കൂര എന്ന് പറയുന്ന സംഭവം, ഈ ആദ്യ ഡോറ് വേണം. തേച്ച് തീർന്നു ബ്രോ. ഇവൻ തേച്ച് കളത്തിയ ഇവൻ നല്ല യൂസ്ഫുള്ളാണ്. തേച്ച് കയറുന്ന നോക്കിക്കോണേ. 64 തേച്ചാണ്. ഈ രാത്രി കണ്ണും കാണുന്നില്ല. അതാണ്ടൊരു മരം. ഓക്കെ, കുറേ എണ്ണം വേസ്റ്റ് ആക്കിയായിരുന്നല്ലോ. അതാണ് പണിയിട്ട്. അങ്ങനെ വേസ്റ്റായി പോലെ മറ്റേത്. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് സെറ്റായിട്ടേനെ. എനിക്ക് കാർണോസ് വന്നാലും ഒരു പേടിയില്ല. ഇനിയിപ്പം ഈ റാപ്റ്റർ വന്നാലേ ഉള്ളൂ പേടി. ഇപ്പം എൻ്റെ ഇരിക്കുന്ന റെഡ്സ് ആണെങ്കിൽ ഒരു പേടിയും വേണ്ടായിരുന്നു. ഇവരാണ്ടാണ് പേടി. റാപ്റ്റർ വരാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇതോ കിട്ടാത്തതാ. 58 തേച്ച്. അത് വേണ്ട. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാച്ച് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ക്രാഫ്റ്റ് എത്ര തന്നെ. പക്ഷേ എന്തൊക്കെയോ കണക്കൊരു തോന്നൽ. അല്ല, ഇതെന്തിനാ ഇവിടെ? ഇത് കറക്റ്റ്. ഐഡിയ എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാം. എൻ്റെ പ്ലാൻ ഏതാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു പ്ലാനായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ആ പ്ലാൻ ഫ്ലോപ്പായിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ഇതെന്തി ഓക്കെ. അതെ, ഇത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇത് ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വീടടയ്ക്കണം. ഇനി അടുത്ത ചുമര് വയ്ക്കുക. ഇങ്ങോട്ടാ ബ്രോ. ഇനി ഇങ്ങോട്ടിറങ്ങണം. ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു സെക്ഷനാണ് ഗൈസ്. എൻ്റെ ഒരു കുറച്ച്
വ്യത്യാസമായ ഒരു വീടാണ് ഗൈസ്. ഇത് ഒരു കെട്ടി ഒരു ആന വീടാകും ഗൈസ് ഗ്രൈൻഡ് ചെയ്ത്. ഇതൊരു ഡോറ്. ഇത് തുറക്കുമ്പോൾ വേണ്ടേ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഗ്രൈൻഡിങ് ഗൈസ്. ചേട്ടാ ഇത് അത് കുഴപ്പമില്ല. നോ കെയർ, ഡോൺ കെയർ. ഇവിടെ എല്ലാം ചുമര് വേണം. അല്ല ഇത് ഇപ്പം ക്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് പറ്റുന്ന അത്രയും ക്രാഫ്റ്റ് ചെയ്യും. 10 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. 10 എന്തായാലും ഇനഫ് അല്ല ഗൈസ്. ഒരു ഡോറും കൂടെ വേണം. അല്ല ഇതെന്തിനാ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ലുക്കിനായാലും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കണം. കിടന്നോട്ടെ. ഇപ്പം സെറ്റായില്ലേ? ഇത് പൊളിക്കേണ്ട കാര്യം. അയ്യോ എൻ്റെ ഇപ്പോൾ ഡോർ ഇനി ക്രാഫ്റ്റ് ആകത്തേ ഉള്ളൂ. ഇതൊരു ക്രാഫ്റ്റ് അല്ല. നിങ്ങളെൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് അവസാനം കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ വീടിൻ്റെ എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും അത് ആരായാലും വീട് വയ്ക്കാം. എന്തോ ഗൈസ് ഞാൻ വെച്ചാൽ തുമ്പി ഉണ്ടല്ലോ ഗൈസ്, കാട്ടി കാണുന്ന അറ്റാക്ക് ചെയ്യാൻ വരുന്ന അതായിരിക്കും. പെട്ടെന്നൊരു ആയി ഒരെണ്ണം കൂടെ. കറക്റ്റ് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഒരു ഫ്ലോറ്? ഈ ഫ്ലോറ് ഞാനിപ്പോൾ റൂഫ് പണിയുന്നില്ല ഗൈസ്. നിങ്ങൾ പണിയണമെന്ന്. റൂഫ് പണിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി റൂഫ് പണിയണോ. പിന്നെ അവസാനം എനിക്ക് സ്റ്റെയറൊക്കെ നോക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ലോപ്ഡ് റൂഫ് ഞാൻ എന്തായാലും അൺലോക്ക് ചെയ്യും. കണ്ട് ഇത് കണ്ട മെറ്റലിൻ്റെ സാധനങ്ങളാണ്. ഇതെല്ലാം ആവശ്യം വരും. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ വെച്ചാന്ന് പറഞ്ഞ നിർത്തിയിട്ട് അത് തന്നെ സ്റ്റെയർ കേസ് ആണ്. വുഡൻ സ്റ്റെയർ കേസ് ലെവൽ 14 ആകുമ്പോൾ ഇത് അൺലോക്ക് ആവും. അപ്പോൾ ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് മണ്ടയ്ക്ക് വയ്ക്കാൻ. അതുകൊണ്ട് ഇപ്പം അത് ഈ സാധനം വെക്കുകയാണെങ്കിൽ വേസ്റ്റായി പോകും ഗൈസ്. നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ഇരുന്നത് എല്ലാവർക്കും ബൈ.